ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമൻറ്റും തെർമോക്കോളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെടിച്ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് മണലും സിമൻറ്റുമാണ്. അപ്പം മണൽ ഞാൻ 1 കപ്പും സിമൻറ്റ് 1 കപ്പും എന്ന അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് മണലിനും 1 കപ്പ് സിമൻറ്റിനും 2 കപ്പ് തെർമോക്കോൾ കൂടെ നമുക്ക് ആഡ് ചെയ്തിടുക. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തെർമോക്കോൾ വളരെ പെട്ടെന്ന് പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടായിരുന്നു. അപ്പം സംശയമുള്ളവർ എളുപ്പത്തിൽ പൊടിക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, വെള്ളം കുറേശ്ശെ മതി, നല്ല കട്ടിക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ വെള്ളം കൂടിപ്പോകാതെ നമുക്ക് കയ്യിൽ ഗ്ലൗസ് വല്ലം ഇട്ടിട്ട് ഏകദേശം ഇതേ കണക്ക് കട്ടിക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ കരണ്ടി കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മോൾഡാണ്. അപ്പോൾ മോൾഡിന് പകരം ഞാൻ എടുത്തേക്കുന്നത് ഒരു തെർമോക്കോളിൻ്റെ 4 പീസ് ഞാൻ കട്ട് ചെയ്ത് മോൾ സൈഡ് വീതി കുറച്ചും അടി സൈഡ് വീതി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തേക്കുന്ന ഇതിൻ്റെ അളവ് വേണമെങ്കിൽ അടിയിൽ 6 ഇഞ്ചും മുകളിൽ 5 ഇഞ്ചും പൊക്കം 10 ഇഞ്ചും എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏത് അളവിന് എടുത്തിരുന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള പൊക്കവും വീതിയും കൊടുത്ത് ഒരു മോൾഡ് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ആ മോൾഡിനകത്ത് നമുക്ക് കുറച്ച് മണൽ നിറയ്ക്കണം. അപ്പോൾ മണലെല്ലാം നിറച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തെർമോക്കോളും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ചെറിയ ബോൾസായിട്ട്, തീരെ ബോളല്ല, ചെറുതായിട്ടൊന്ന് നീട്ടി അതെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ട് നമുക്ക് എടുത്ത് ഒട്ടിക്കുന്നതാണ് എളുപ്പം. അപ്പം ഓരോന്നും ഉരുട്ടി സെറ്റ് ചെയ്യപ്പോൾ താമസം വരും. മറ്റേതപ്പോൾ എല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടി എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം ഒരു 3 തട്ട് വീതം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് സിമൻറ്റ് വെള്ളവും കൂടെ ഒന്ന് ചെറിയൊരു ലൂസിന് മിക്സ് ചെയ്തിട്ട് നമുക്കതിൻ്റെ പുറ സൈഡിൽ ഏറ്റവും ടോപ്പ് മുകൾ സൈഡിൽ നല്ലവണ്ണം ബ്രഷിന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒട്ടിക്കുന്നതൊക്കെ നല്ല ബലം കിട്ടും. അപ്പോൾ ലൂസ് കൂടിപ്പോകാതിരുന്ന നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ തന്നെ ഇരിക്കും. ഒരുപാട് ലൂസായി കഴിഞ്ഞ് ചെറിയൊരു നനവ് മാത്രം മതി, കൈ കൊണ്ട് പിടിക്കുമ്പം ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം മാത്രം മതി. അപ്പോൾ ഒന്നിടവിട്ട് എല്ലാം പറക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ തെർമോക്കോളിൻ്റെ മറ്റുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തെർമോക്കോളിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അതെല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പായിരുന്നു. ഇതാണ് ഇപ്പം സ്ക്വയറിന് ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ. ഒരു 3-4 ലെയർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സിമൻറ്റ് വെള്ളവും കൂടെ ബ്രഷിന് നല്ലവണ്ണം എൻ്റെ മുകൾ സൈഡിൽ എല്ലാ സൈഡിലും പറ്റത്തക്കില്ല. ഓരോ ലെയർ ഒട്ടിക്കപ്പോഴും അതിൻ്റെ പുറത്ത് ബ്രഷും വെള്ളവും കൂടെ ഒന്ന് സിമൻറ്റും കൂടെ ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ബലമായിരിക്കും. അപ്പോൾ ഏകദേശം ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നിടവിട്ട് എല്ലാം ചെറിയ പീസുകളായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഏകദേശം അതിൻ്റെ പൊക്കത്തിൻ്റെ അവിടം വരെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 1 പീസും കൂടെ പൊക്കി ഒട്ടിച്ചാലേ നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ സിമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മോൾഡിൻ്റെ അകത്തോട്ട് പിന്നെ പാസ്പോർട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കയറിപ്പോവും, അത് ഇളക്കിയെടുക്കാൻ പാടാണ്. അപ്പോൾ 1 ലെയറും കൂടെ ഒട്ടിച്ചെടുക്കാം.
ആ ലെയറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് കുഴി ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണലും കൂടെ അതിനകത്തിട്ടിട്ട് നമുക്ക് വേണ്ട ഒരു 1 ഇഞ്ച് കനത്തിന് മുകളിൽ സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് പൊക്കം മതിയാവും. ആ 1 ഇഞ്ച് പൊക്കത്തിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു പൈപ്പിൻ്റെ പീസ് വല്ലതും എടുത്ത് വെച്ചിരിക്കാം, നമുക്ക് ഒരു ഹോള് ഇടാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ബാക്കിയുള്ള ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാം. അവിടെ എല്ലാം കൂടെ ഏകദേശം 1 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് തെർമോക്കോളും മണലും കൂടെ അതിൻ്റെ സിമൻറ്റും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിശ്രിതം എല്ലാ സൈഡിലും കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ വാരി തേച്ച് നല്ലോണം പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കരണ്ടി കൊണ്ട് നല്ലോണം അതിൻ്റെ മുകൾ സൈഡ് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കരണ്ടി കൊണ്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഗ്രൗട്ട് രൂപത്തിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. സിമൻറ്റ് കൂടുതലാണ്, നമ്മൾ ഒന്ന് എന്നുള്ള അളവിലാണ് എടുത്തേക്കുന്നത്. തെർമോക്കോളിനായിരുന്നാലും ഒരുപാട് സിമൻറ്റ് വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും നല്ലോണം നനച്ച് കൊടുക്കണം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നനച്ച് കൊടുത്ത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ട് നമുക്കതിനെ പൊക്കിയെടുക്കാം. എങ്ങും പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല, നല്ല ബലമായിരിക്കും. പിന്നെ അതിനകത്തുള്ള നമ്മുടെ പാസ്പോർട്ടും ബാക്കി എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഉണങ്ങിയിട്ട് നമ്മുടെ അകത്തൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് സിമൻറ്റും വെള്ളം കൂടെ ഒന്ന് ഒരു കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ബ്രഷ് കൊണ്ട് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലോണം 1-2 ലെയർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത ഒന്നിനൊന്ന് ഉള്ള മിശ്രിതം അതിൻ്റെ 4 സൈഡിലും ചെറിയൊരു നൈസ് കനത്തിന് ലൂസാക്കിയിട്ട് കരണ്ടി കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. ചെറുതായിട്ട് വലിയ വൃത്തിയൊന്നും വേണ്ട, തേച്ച് ഒതുക്കിയൊന്നും വേണ്ട. നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ അത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഒരു ചെറിയൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അകത്തുള്ള ആ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന പീസിൻ്റെ ആ കുഴിവ് ഭാഗമൊക്കെ എല്ലാം കറക്റ്റ് അതിനകത്തൊക്കെ സിമൻറ്റ് ഇറങ്ങാൻ നേരത്ത് ചെടിച്ചട്ടിക്ക് നല്ലൊരു ബലം കിട്ടും. അപ്പോൾ അതെല്ലാം 4 സൈഡിലും ഒരേ കണക്ക് തേച്ച് പിടിപ്പിച്ച് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷിന് നല്ലവണ്ണം വലിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അക സൈഡും ഏകദേശം കാണാനൊക്കെ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ അകത്ത് തേച്ച് പിടിപ്പിക്കുന്ന സിമൻറ്റ് മണലും നല്ല ഏകദേശം സിമൻറ്റ് മിശ്രിതം ഏകദേശം ഇച്ചിരി ലൂസായി പോയാലും കുഴപ്പമില്ല. നല്ല ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ഈർപ്പം കൂടുതലുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങിക്കോളും. അത് കഴിഞ്ഞ് ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഉണങ്ങി ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം ഉണങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കളർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കളറിന് വേണ്ടി എടുത്തേക്കുന്ന ഈ പെയിൻ്റ് എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ആക്രിലിക്കിൻ്റെ ഓറഞ്ച് കളറാണ് ഞാൻ ആദ്യം ഒന്ന് എല്ലാം ഒരു കോട്ടടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്രിലിക്കിൻ്റെ വൈറ്റ് കളർ ടോപ്പിലും അകസൈഡും എല്ലാം ഒന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഗ്യാപ്പിലും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എന്ന് പറയുമ്പം ഈ കളർ ഒന്ന് ഏകദേശം ഒന്ന് പെട്ടെന്ന് ഉണങ്ങിക്കോളും. എന്നിട്ട് ആക്രിലിക്കിൻ്റെ ബാക്കിയുള്ള കളറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളറും നമുക്ക് ഓരോ പീസായിട്ട് എല്ലാത്തിലും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം കാണാനൊക്കെ നല്ലൊരു ലുക്കായിരിക്കും ചെടിച്ചട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.